Hello everyone, welcome to our chapter Reproduction in Organism. In the previous slide we discussed asexual reproduction. Okay, in asexual reproduction or a single parent is required, but in here we are discussing the sexual reproduction. In sexual reproduction means both the parents, that means male and female parents are required in sexual reproduction. ഓക്കെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? ഏതെങ്കിലും ഒരു പ്ലാന്റ് ആണെങ്കിൽ ആ പ്ലാന്റിൻ്റെ പാർട്സ് അല്ലെങ്കിൽ ഓർഗാനിസം ആണെങ്കിൽ ആ ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ നിന്നാണ് വേറൊരു ഓർഗാനിസം ഫോം ചെയ്തിരുന്നത് അല്ലേ. പക്ഷേ സെക്ഷൽ റീപ്രൊഡക്ഷനെ പോലത്തെ അല്ല. എങ്ങനെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എന്തുണ്ട്? അവിടെ ആ സെയിം ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ ആവാം, പക്ഷെ ഓപ്പോസിറ്റ് സെക്സിലേ ആവണം. ഓക്കെ, മെയിൽ അതല്ലെങ്കിൽ ഫീമെയിൽ എന്ന് പറയുന്നത് അല്ലേ. മെയിലും ഫീമെയിലും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ബൈ ദ പ്രോസസ് ഗാമറ്റോജെനസിസ്. ഗാമേറ്റ്സ് ഉണ്ടാകുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ഗാമറ്റോജെനസിസ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിലൂടെ അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമേറ്റുകൾ നമ്മൾ എന്ത് ചെയ്യും? അത് ഫ്യൂസ് ചെയ്യും അല്ലെ. ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ്സ് നടക്കും. അങ്ങനെ ഫെർട്ടിലൈസേഷൻ എന്നുള്ള പ്രോസസ്സ് നടന്നിട്ട് അത് എന്തായിട്ട് മാറും? സൈഗോട്ടായിട്ട് മാറും. അങ്ങനെ ആ സൈഗോട്ടിൽ നിന്നാണ് ഒരു സ്ലോ ഡൗൺ പ്രോസസ്സാണ്. സൈഗോട്ടിൽ നിന്ന് എംബ്രയോ ആയി മാറും. എംബ്രയോയിൽ നിന്നാണ് ആ ബേബി അല്ലെങ്കിൽ യങ് ബോൺ ആയിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെയിൽ വേണം, ഫീമെയിൽ വേണം, ഗാമേറ്റ്സ് ഫോം ചെയ്യണം. ബൈ ദ പ്രോസസ് ഗാമറ്റോജെനസിസ് എന്ന് പറഞ്ഞു. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ്സ് അവിടെ നടക്കണം. പിന്നെ എന്ത് പറയുക? സൈഗോട്ട് അവിടെ ഫോം ചെയ്യണം. ആ സൈഗോട്ട് എന്ന് പറയുന്നത് അതിൽ നിന്നും ഒരു ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു എംബ്രയോ എന്താണ് ഫോം ചെയ്യാന്ന് പറയുന്നത് അല്ലെ. അങ്ങനെ നമ്മളുടെ ഒരു എംബ്രയോയിൽ നിന്ന് നമ്മുടെ ഒരു ഓർഗാനിസത്തിലേക്ക് അതില്ലെങ്കിൽ ആ എംബ്രയോയിൽ നിന്ന് ഒരു ബേബി ഫോം ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് അനാട്ടമിക്കലും ഫിസിക്കലോ ഫിസിയോളജിക്കലോ ആയിട്ടുള്ള കുറേ ചേഞ്ചുകൾ അതിൽ ഫോം ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മുടെ ആ ലൈഫ് പീരീഡിൽ നമുക്ക് 3 ഫേസസുകളുണ്ട്. ജുവനൈൽ ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ്, അതുപോലെ സെനിസെൻസ്. ജുവനൈൽ ഫേസ് ഹ്യൂമൻ്റെ അല്ലെങ്കിൽ ആനിമൽസിൻ്റെ കേസിലാണ് ജുവനൈൽ ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസും അതുപോലെ തന്നെ സെനിസെൻസ് ആണ്. സെനിസെൻസ് എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം, അതുകൊണ്ട് ഞാനിവിടെ കൊടുത്തിട്ടില്ല. നമ്മുടെ ആ എൻഡ് പീരീഡാണ്. ഓക്കെ, നമ്മുടെ പ്ലാന്റിൻ്റെ കേസിലാണെങ്കിൽ അവിടെ വെജിറ്റേറ്റീവ് ഫേസ്. ജുവനൈൽ ഫേസിന് പകരം പറഞ്ഞ പേരാണ് അവിടെ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. പിന്നെ അതിന് റീപ്രൊഡക്റ്റീവ് ഫേസും പിന്നെ അതുപോലെ തന്നെ സെനിസെൻസുമാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 നമ്മുടെ ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ നടന്നു പോകുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പീരീഡ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഫേസ് ആണ്. കാരണം റീപ്രൊഡക്റ്റീവ് ഫേസിലാണ് ഒരു ഓർഗാനിസത്തിൽ നിന്നും വേറൊരു ഓർഗാനിസം ഫോം ചെയ്യുന്നത്. അതല്ലെങ്കിൽ ആ ഓർഗാനിസത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്പീഷ്യസിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ടാവുന്നത്. ആ ഒരു പുതിയ ഓർഗാനിസം ഉണ്ടാവണമെങ്കിൽ അവിടെ വേണം മുന്നിലുള്ള ഒരു ഓർഗാനിസത്തിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് എത്തിച്ചേരണം അല്ലേ. നമുക്കറിയാം ഓർഗാനിസംസ് പലതരത്തിലുണ്ട്. ഒവി പാരസ് ആവും, അതല്ലെങ്കിൽ വിവി പാരസ് ആവും. ഒവി പാരസ് എന്ന് പറഞ്ഞാൽ എന്താ? എഗ് ലേയിങ് ആയിട്ടുള്ള ആനിമൽസ് ആണ് എന്ന് പറയുന്നത് ഒവി പാരസ് എന്ന് പറയുന്നത്. ഇനി ഗിവിംഗ് ബർത്ത് ടു യങ് വൺസ് ആണ് എന്ത്? വിവി പാരസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ആ റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ഫ്ലവറിങ് ഉണ്ടാവും അല്ലേ. ഫ്ലവറിങ് എന്ന് കഴിഞ്ഞാൽ എന്താ? അവിടെ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലവറിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സീഡ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. ആ സീഡിൽ നിന്ന് എന്ത് ഫോം ചെയ്യും? പുതിയൊരു ഓർഗാനിസംസ് അവിടെ ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ അത് പ്ലാന്റിൻ്റെ കേസിൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സീസണലാണ്. എല്ലാ പ്ലാന്റും എല്ലാ സമയം എന്ത് ചെയ്യണമെന്നില്ല? ഫ്ലവറിങ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ചില പ്ലാന്റുകളിൽ ചില സമയത്ത് അല്ലെങ്കിൽ സീസണലായിട്ടായിരിക്കും എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഫ്ലവേഴ്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ബാംബുവിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ, മുളയില്ലേ അതിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ അത് ഫ്ലവർ ചെയ്യുന്നത് 50 to 100 years അത്രയും കാലം നിന്നതിന് ശേഷമാണ് അത് എന്ത് ചെയ്യുക? ഫ്ലവറിങ് ഉണ്ടായിരിക്കും. പക്ഷേ അതിലൊരു പ്രത്യേകത ഉണ്ട്. ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പ്ലാന്റ് എന്ത് ചെയ്യും? ആ ഒറിജിനൽ പ്ലാന്റ് ഇല്ലേ അതെന്ത് ചെയ്യും? നശിച്ചു പോവുക ചെയ്യുക. അതുപോലെ തന്നെയാണ് നമ്മുടെ നീലക്കുറിഞ്ഞിയുടെ കാര്യം. നീലക്കുറിഞ്ഞിയുടെ സയന്റിഫിക് നെയിം എന്താ? സ്ട്രോബിലാത്ത സ്കുന്തിയാന. ഓക്കെ, അതിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 12 വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞി പൂക്കുക അല്ലേ. അപ്പോൾ അതിൽ നിന്നും ആ ഓർഗാനിസത്തിൽ നിന്നും ആ പ്ലാന്റ് ഓർഗാനിസത്തിൽ നിന്നും പുതിയൊരു ഓർഗാനിസം വരണമെങ്കിൽ അത്രയും കാലം ഇരിക്കണം. എത്രയാണോ അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് അത്രയും സമയം വേണം അതിൽ നിന്നും പുതിയൊരു ഓർഗാനിസം അവിടെ ഫോം ചെയ്യണമെങ്കിൽ. അപ്പോൾ ചിലവർക്ക് റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത് ഒരുപാട് നീളുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മുടെ ഹ്യൂമൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രൈമറി സെക്സ് ഓർഗൻസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷേ സെക്കൻഡറി സെക്സ് ഓർഗൻസും അതുപോലെ തന്നെ അതിനോടുള്ള അനുബന്ധിച്ചുള്ള നമുക്ക് ബോഡി വരുന്ന ചേഞ്ചസുകളൊക്കെ വരുമ്പോൾ അത് നമ്മളെ ആ ഒരു അറ്റൈൻ ചെയ്യുന്ന പീരീഡ് ഉണ്ട് അല്ലേ. അതാണ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയുന്നത്. നമ്മൾ പ്രൈമറി സെക്സ് ഓർഗൻസിൻ്റെ മോഡിഫിക്കേഷൻ വന്നിട്ട് സെക്കൻഡറി സെക്സ് ഓർഗൻസ് ആയിട്ട് മാറുക. ഓക്കെ, ആ പർട്ടിക്കുലർ പീരീഡിലാണ് നമ്മൾ റീപ്രൊഡക്റ്റീവ്ലി നമ്മൾ ഏബിളായി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിലും എന്താ റീപ്രൊഡക്റ്റീവ് ബിഹേവിയേഴ്സും ഒക്കെ ഷോൺ ചെയ്യാനായിട്ട് തുടങ്ങും. ഇതുപോലെ തന്നെ എഗ് ലേയിങ് ആനിമൽസിൻ്റെ കേസിലായാലും അവരെ എന്താണ്? സീസണലാണ്. ചില ബേർഡ്സും അതുപോലെ തന്നെ ഫ്രോക്സും ഒക്കെ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദ ഇയർ ഒന്നും എന്ത് ചെയ്യുന്നില്ല? എഗ്സ് ലേ ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ചിക്കനൊക്കെ ഇല്ലേ അത് ത്രൂ ഔട്ട് ദി ഇയർ എന്ത് ചെയ്യുന്നത്? എഗ് ലേ ചെയ്യുന്നതാണ്. പക്ഷേ എല്ലാ ഓർഗാനിസും അതുപോലെ തന്നെ എല്ലാ നമ്മളുടെ ബേർഡും അല്ലെങ്കിൽ ഫ്രോഗും ഒന്നും ത്രൂ ഔട്ട് ദ ഇയർ എന്ത് ചെയ്യുന്നില്ല? അവർ
പുതിയൊരു ഓർഗാനിസത്തിന്, അതായത് ഓവി പാരസ് അല്ലെങ്കിൽ എഗ് ലേയിങ് പ്രോപ്പർട്ടി കാണിക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ സീസണൽ ആയിരിക്കും. ഇപ്പോൾ ഹ്യൂമൻ്റെ കേസിലായാലും ഒരു ഓവം റിലീസ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഫീമെയിലിൻ്റെ ബോഡിയിൽ ഒരു ഓവം റിലീസ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് നടക്കണം മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരു മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് നടന്നാൽ മാത്രമാണ് എന്ത് സംഭവിക്കുള്ളൂ, ഹ്യൂമൻ്റെ ബോഡിയിൽ നിന്ന് ആ ഓവുലേഷൻ നടന്നിട്ട് ഓവം റിലീസാവുള്ളൂ. ഇല്ലേ, അങ്ങനെ ഓവം റിലീസായി കഴിഞ്ഞാൽ മാത്രമാണ് അത് സ്പെർമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഒരു സൈഗോട്ട് ഫോം ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ ആ റീപ്രൊഡക്റ്റീവ് പീരീഡ് അറ്റൈൻ ചെയ്യുക എന്നുള്ളത് വളരെയധികം എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാമേറ്റ്സ് ഫോം ചെയ്യണം ത്രൂ ദ പ്രോസസ് ഗാമറ്റോജെനസിസ്. ഫെർട്ടിലൈസേഷൻ നടക്കണം. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ് ആണ്. പിന്നെ അത് മാത്രമല്ല ജുവനൽ ഫേസ് ഉണ്ട്, റീപ്രൊഡക്റ്റീവ് ഫേസ് ഉണ്ട്, സെമിസെൻസ് ഉണ്ട്. റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ജുവനൽ ഫേസിൽ അനിമൽസിൻ്റെ കേസിലും വെജിറ്റേറ്റീവ് ഫേസ് ആണ് ആരുടെ കേസിൽ, പ്ലാന്റ്സിൻ്റെ കേസിൽ എന്ന് പറയുന്നത്. ഒവി പാരസ് ഉണ്ട്, വിവി പാരസ് ഉണ്ട്. ഓക്കെ, ചില ഓർഗാനിസംസ് ഓവോ വിവി പാരസ് ആണ് കേട്ടോ, അതായത് എഗ് ലേ ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ അവർ ഫീഡ് ചെയ്യുകയും ചെയ്യും, അവർക്ക് മാമറി ഗ്ലാൻഡ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ചില അനിമൽസ് എന്ന് പറയുന്നത് ഓവോ വിവി പാരസ് ആണ്. പിന്നെ മാത്രമല്ല നമുക്ക് സീസണലായിട്ടുള്ള ചേഞ്ചുകൾ ഓരോ ഓർഗാനിസത്തിൽ ഉണ്ടായിരിക്കും. അത് റീപ്രൊഡക്റ്റീവ് പീരീഡിനെ വളരെയധികം ബാധിക്കുന്നതാണ്. ഹ്യൂമൻ്റെ കേസിൽ റീപ്രൊഡക്ഷനെ ബാധിക്കുന്ന ഒരു എന്താ പറയുക, അത് പർട്ടിക്കുലർ ആണ് മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ അവിടെ എന്ത് നടക്കില്ല, ഓവുലേഷൻ നടക്കില്ല. ഓവുലേഷൻ ഉണ്ടായില്ലെങ്കിൽ അവിടെ നിന്ന് ഓവം റിലീസ് ആവില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്ത്, സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു അല്ലെ. ആ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ കുറേ ഇവൻറ്റ്സുകളുണ്ട്. 3 ഇവൻറ്റ്സ് ആണ് മെയിനായിട്ടുള്ളത്. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്, അതായത് ഫെർട്ടിലൈസേഷന് മുന്നേയുള്ള ഇവൻറ്റ്, ഫെർട്ടിലൈസേഷൻ, പിന്നെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. ഇങ്ങനെ 3 ഇവൻ്റാണ് ഹ്യൂമൻ്റെ ബോഡിയിൽ നടക്കുന്നത്. അല്ലെങ്കിൽ പ്ലാന്റ് അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഓർഗാനിസത്തിൻ്റെ ബോഡിയിലും പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ എന്ന പ്രോസസ്സ് ഉണ്ട്. ഓക്കെ, പ്രീ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞു എന്ത്, നമ്മുടെ ബോഡിയിൽ ഗാമേറ്റ് ഫോം ചെയ്യണം അല്ലേ. അങ്ങനെ ഗാമേറ്റ് ഫോം ചെയ്താലാണ് അതെന്ത് ചെയ്യുള്ളൂ, അവിടെ ഫെർട്ടിലൈസേഷൻ എന്ന പ്രോസസ്സ് നടക്കുള്ളൂ. അതായത് ഗാമേറ്റ് ഫോം ചെയ്താലാണ് ആ ഗാമേറ്റുകൾ തമ്മിലാണ് ഫ്യൂസ് ചെയ്യുന്നത്. ആ പ്രോസസ്സാണ് ഇത് പറയുന്നത് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഗാമേറ്റ് ഫോം ചെയ്യണമെങ്കിൽ ഗാമേറ്റ് ഉണ്ടാകുന്ന പ്രോസസ്സിനെ പറയുന്നത് ഗാമറ്റോജെൻസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഓവമാണെങ്കിൽ അതിനെ ഊജെൻസിസ് എന്ന് പറയും, ഊജെൻസിസ്. ഓക്കെ, ഇനി ഉണ്ടാകുന്നത് നമ്മുടെ സ്പെർം ആണെങ്കിൽ സ്പെർമിയോജെൻസിസ്, സൊമാറ്റോജെൻസിസ് എന്ന് പറയുന്നത്. ഇനി അതുണ്ടാവുന്ന ആ ഗാമേറ്റ്സുകൾ ഒരേപോലത്തെ ഗാമേറ്റ്സ് ആണെങ്കിൽ, നോക്കൂ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഹോമോ എന്ന വാക്കിൻ്റെ അർത്ഥം ഐസോ, അല്ലെങ്കിൽ ഒരേപോലത്തെയാണ്. ആ ഉണ്ടാവുന്ന ഗാമേറ്റുകൾ ഒരേപോലത്തെ ആണെങ്കിൽ, അതായത് ഫീമെയിലും മെയിലും ഗാമേറ്റ്സും ഒരേപോലെ, അത് നമുക്ക് പെട്ടെന്ന് അതിനെ കണ്ടിട്ട് അപ്പിയറൻസ് വെച്ച് നമുക്ക് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ തരത്തിലുള്ള ഗാമേറ്റ്സുകളാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഹോമോ ഗാമേറ്റ്സ്, അതല്ലെങ്കിൽ ഐസോ ഗാമേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെയിൽ ഗാമേറ്റിനും ഫീമെയിൽ ഗാമേറ്റിനും നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് വിഷ്വലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഹെറ്ററോ ഗാമേറ്റ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഓവം എന്ന് പറയുന്നത് എന്താണ്, ഒരു സർക്കിൾ ഷേപ്പ്, ഒരു ഓവൽ ഷേപ്പായിട്ടുള്ളതാണ്. സ്പേം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ പിക്ചറൊക്കെ ഒരു ഹെഡും ടൈലും പോസ്റ്ററൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഇത് എന്താ മെയിൽ ഗാമറ്റ് ആണോ ഫീമെയിൽ ഗാമറ്റ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ സെപ്പറേഷൻ വരുന്നതാണ് ഹെറ്ററോ ഗാമറ്റ് എന്ന് പറയുന്നത്. യാതൊരു തരത്തിലും ഗാമറ്റ്സ് നമ്മൾ സെപ്പറേഷൻ ഇല്ലെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്, ഹോമോ ഗാമറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മെയിൽ കേസിലാണെങ്കിൽ ആൻഡ്രോസോയിഡ്സ്, അതല്ലെങ്കിൽ സ്പേം എന്ന് പറഞ്ഞു. ഫീമെയിലിനാണെങ്കിൽ അത് എഗ്, അതല്ലെങ്കിൽ ഓവം എന്ന് പറഞ്ഞു അല്ലേ. അതിൻ്റെ സ്പേമിനാണ് മോട്ടിലിറ്റി ഉണ്ടാവുക, ഓവത്തിന് എന്തുണ്ടായിരിക്കില്ല, ഓവത്തിന് മോട്ടിലിറ്റി ഉണ്ടോ ഇല്ല, ഓവത്തിന് മോട്ടിലിറ്റി ഇല്ല, സ്പേമിനാണ് എന്ത് മോട്ടിലിറ്റി ഉള്ളത്. ഇനി ഒരു ഓർഗാനിസത്തിൻ്റെ ഇപ്പോൾ നമുക്ക് സെക്ഷുവാലിറ്റി പറയുമ്പോൾ അത് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ബൈസെക്ഷൽ, യൂണിസെക്ഷൽ എന്ന് പറഞ്ഞ കുറേ ടേംസ് ഒക്കെ ഉണ്ട്. അത് നമ്മളുടെ ബൈസെക്ഷൽ ആസ് വെൽ ആസ് യൂണിസെക്ഷൽ പ്ലാന്റ്സ് ആർ കോമൺ. ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ യൂണിസെക്ഷൽ പ്ലാന്റ്സ് ഒക്കെ കോമൺ ആയിട്ട് നടന്നതാണ്. അതുപോലെ തന്നെ മോണോയിഷ്യസ്, ഡൈഷ്യസ് എന്ന് പറയുന്ന ആ ഒരു ടേമും. ഓക്കെ, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മോണോയിഷ്യസും ഡൈഷ്യസും ഒക്കെ രണ്ട് സെക്സും ഒരു ഓർഗാനിസത്തിൽ തന്നെ ഇപ്പോൾ നമുക്ക് മെയിൽ ഫീമെയിൽ ഏത് തരംതിരിച്ച് പറയാൻ പറ്റുമെങ്കിൽ അതെന്താ യൂണിസെക്ഷലായി, പറയാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്തായി ബൈസെക്ഷലായി അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ മോണോയിഷ്യസും അതുപോലെ തന്നെ ഡൈഷ്യസും എന്നൊക്കെ പറയുന്നത്. മോണീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മോണീഷ്യസ് ആർ യൂസഡ് ടു എക്സ്പ്രസ് ദ ബൈസെക്ഷൽ കണ്ടീഷൻ. മോണീഷ്യസ് ആർ യൂസഡ് ടു എക്സ്പ്രസ് ദ ബൈസെക്ഷൽ കണ്ടീഷൻ. ഡൈഷ്യസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, ആർ യൂസഡ് ടു ദ യൂണിസെക്ഷൽ കണ്ടീഷൻ. ഡൈഷ്യസ് എന്ന് പറയുന്നത് യൂണിസെക്ഷൽ ആയിരിക്കും, അതുപോലെ തന്നെ മോണീഷ്യസ് എന്ന് പറഞ്ഞെങ്കിൽ അത് ബൈസെക്ഷൽ ആയിരിക്കും. ഓക്കെ, നമ്മൾ കണ്ടിട്ടായിരിക്കും ചില പ്ലാന്റിൽ തന്നെ ഫ്ലവറിൽ തന്നെ എന്തുണ്ടായിരിക്കും, മെയിൽ ഗാമറ്റ് ഉണ്ടായിരിക്കും, ഫീമെയിൽ ഗാമറ്റ്. നമ്മുടെ ചെമ്പരത്തിപ്പൂ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെന്തുണ്ട്, ഫീമെയിൽ പോർഷനും ഉണ്ട്, അതുപോലെ തന്നെ മെയിൽ പോർഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ചില പ്ലാന്റുകളിലാണെങ്കിൽ എന്ത് മാത്രം ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ അങ്ങനെ
ഒന്ന് മാത്രമുള്ള ഇത് പ്ലാന്റ്സ് വിത്ത് ഐദർ മെയിൽ ഓർ ഫീമെയിൽ ഫ്ലവേഴ്സ് മാത്രമുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും? ഡൈഷ്യസ് എന്ന് വിളിക്കും. ഏതെങ്കിലും ആ ഡൈഷ്യസ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഡൈഷ്യസ് എന്ന് പറഞ്ഞെങ്കിൽ യൂണിസെക്ഷൽ അല്ലേ, അത് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ മാത്രം ഉണ്ടാവുക. അതിന് എക്സാമ്പിൾ നമ്മുടെ പപ്പായ അതൊക്കെ ഡൈഷ്യസിന് എക്സാമ്പിൾ ആണ്. അതായത് യൂണിസെക്ഷൽ ഒരു 8 സെക്ഷൻ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ നമ്മുടെ ഹിബിസ്കസ് ഓക്കെ അതിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണേഷ്യസ് ആണ്. അതായത് ബോത്ത് അതിന് ആ ആന്ത്രിഡിയം അതുപോലെ തന്നെ അതിന് എന്താ പറയുക ആന്ത്രിഡിയം നമ്മളെ ആ മെയിൽ പോർഷനും അതുപോലെ തന്നെ ഫീമെയിൽ പോർഷനും സ്റ്റാമിന അല്ലെങ്കിൽ പിസ്റ്റിൽ അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഗാമേറ്റ് ഫോം ചെയ്യുക എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ന് പറഞ്ഞെങ്കിൽ എന്താ പറയുക ആ ഗാമേറ്റ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞെങ്കിൽ എൻ കണ്ടീഷനാണ് അല്ലേ. അങ്ങനെ എൻ കണ്ടീഷനായ ഗാമേറ്റ് ഇപ്പോൾ ആണ് ഓം ഉണ്ടാവുക. അങ്ങനെ ഒരു എൻ കണ്ടീഷനായ ഗാമേറ്റ് ആണ് ആർക്കുണ്ടാവുക? സ്പേമിന് ഉണ്ടാവുക അല്ലേ. അപ്പോൾ 2 എന്നും കൂടി ചേർന്ന് അവിടെ എന്തായി 2N കണ്ടീഷനായി. അപ്പോൾ അതെന്താണ്? ഹാപ്ലോയിഡ് അല്ല ഡിപ്ലോയിഡ് ആണ് അല്ലേ. അങ്ങനെ ഡിപ്ലോയിഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓർഗാനിസത്തിന്റെ ക്രോമോസോം സംഖ്യ തന്നെ എന്തായി മാറിപ്പോകും. ഇപ്പോൾ നമ്മുടെ ഹ്യൂമന്റെ കേസിൽ അച്ഛന് 23 ജോഡി ക്രോമസോം തന്നു, അമ്മയും എന്ത് ചെയ്യുന്നു 23 ജോഡി ക്രോമസോം തന്നു. അങ്ങനെ കുട്ടിക്ക് 46 ജോഡി ക്രോമസോംസ് ആയി അല്ലേ. അങ്ങനെ 46 ജോഡി ക്രോമസോംസ് ആകുമ്പോൾ അത് ഹ്യൂമനായി മാറോ? ഇല്ല. അപ്പോൾ എന്ത് നടക്കും? അങ്ങനെ ഫെർട്ടിലൈസേഷൻ അതായത് ഫ്യൂഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കും? മിയോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കും. മിയോസിസ് എന്ന് പറഞ്ഞെങ്കിൽ റിഡക്ഷൻ ഡിവിഷനാണ്. സെൽ ഡിവിഷനിലെ ഒരു പാർട്ടാണ് മിയോസിസ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിഡക്ഷൻ ഡിവിഷനാണ്. അപ്പോൾ എന്താ പറഞ്ഞെങ്കിൽ നമ്മുടെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഗാമീറ്റ്സുകൾ വീണ്ടും എന്തായി മാറും? ഹാപ്ലോയിഡ്സ് ആയിട്ട് മാറും. ഓക്കെ, ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഗാമേറ്റുകൾ വീണ്ടും എന്തായി മാറും? ഹാപ്ലോയിഡായിട്ട് മാറും. ഇനി ഗാമേറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് മെയിൽ ബോഡിയിൽ നിന്നും ഫീമെയിൽ ബോഡിയിലേക്ക് ഈ ഗാമേറ്റ് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമ്മുടെ പ്ലാന്റ്സിന്റെ കേസിലൊക്കെ ആണെങ്കിൽ പോളിനേഷൻ എന്ന് പറയും അല്ലേ. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രോം വൺ പ്ലാന്റ് ടു അനദർ. അങ്ങനെ പോളിനേഷൻ നടത്താൻ സഹായിക്കുന്നത് വിൻഡ്, വാട്ടർ, ബേർഡ്സ്, ഇൻസെക്ട്സ് അങ്ങനെ ഏതെങ്കിലും ഒരു മീഡിയം ആയിരിക്കും ഇതിന് സഹായിക്കുന്നുണ്ടാവുക. ഈ ഗാമേറ്റ്സിനെ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ടാവുക. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ ഈ മെയിൽ ഗാമേറ്റിന് എന്തുണ്ട്? മോട്ടിലിറ്റി പവർ ഉള്ളതാണ് മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിൽ ഗാമേറ്റിന് വളരെ ഈസി ആയിട്ട് എവിടെ പോകാൻ പറ്റും? ഫീമെയിൽ ഗാമേറ്റിന് അടുത്ത് എത്താനും പറ്റും. അതുപോലെ തന്നെ ഫ്യൂഷൻ നടന്ന് പുതിയൊരു ഓർഗാനിസത്തിനെ ഫോം ചെയ്യിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് നോക്കി നോക്കൂ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് പിക്ചേഴ്സാണ്. ഈ പിക്ചേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കോക്രോച്ചിനെ മെയിൽ ഏതാ ഫീമെയിൽ ഏതാ ഇതൊക്കെ ടെസ്റ്റസ് ഉള്ള കാരണം ഇതെന്താണ്? ഇത് മെയിലാണെന്നും ഓവറി പോർഷനൊക്കെയാണ് ഫീമെയിലാണെന്നും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഏതാ ഇവിടെ എന്താ ആന്ത്രിഡിയോഫോറും ആർക്കിഗോണിയോഫോറാണ് മാർക്കൻഷ്യൽ പിക്ചർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ഫീമെയിലാണ്. ആർക്കിഗോണിയോഫോർ ആണെങ്കിൽ അത് ഫീമെയിലാണെന്നും ആന്ത്രിഡിയോഫോർ ആണെങ്കിൽ മെയിലാണെന്നും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും ഇത് മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് ചെയ്യുക? സെക്സ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുക, അതല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. ഇനി ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ്സ് ആണ്. നോക്കിയോക്കെ, ഇതൊരു ഗാമേറ്റ് ആണ്. ഓക്കെ, ഇതും എന്താണ്? ഒരു ഗാമേറ്റ് ആണ്. ഈ 2 ഗാമേറ്റുകളും കൂടി ചേർന്ന് ഇവിടെ എന്ത് ഫോം ചെയ്തു? ഒരു സൈഗോട്ട് ഫോം ചെയ്തു അല്ലെ. ആ സൈഗോട്ടിൽ നിന്നും എന്ത് ഫോം ചെയ്തു? ഇത് രണ്ടും ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്തത് അല്ല. അതിൽ നിന്നും പുതിയൊരു ഓർഗാനിസമായിട്ട് എന്ത് ഫോം ചെയ്തു? ഒരു ന്യൂ ഇൻഡിവിജ്വൽ അവിടെ ഫോം ചെയ്തു. ഈ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് വളരെ വൈറ്റൽ പ്രോസസ് ആണ്. അപ്പോൾ ഫ്യൂഷൻ ഓഫ് ഗാമേറ്റുകൾ തമ്മിൽ അവിടെ ഫ്യൂസ് ചെയ്യുന്നത് ആ ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ്സ് പറഞ്ഞ പേരാണ് എന്ത്? സിംഗമി. ഓക്കെ, സിംഗമി നമ്മൾ ഫെർട്ടിലൈസേഷൻ തന്നെ അതൊന്നും വേറൊരു പേരും കൂടിയാണ് എന്ത്? സിംഗമി. ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ്സ് ആർ നോൺ ആസ് സിംഗമി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഫെർട്ടിലൈസേഷൻ തന്നെ 2 തരത്തിലുണ്ട്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഉണ്ട്, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ഉണ്ട്. ഹ്യൂമന്റെ കേസിൽ നമുക്കറിയാം സ്പേം ഒന്ന് റിലീസ് ചെയ്യുന്നത് ഫീമെയിൽ ബോഡിക്ക് അകത്താണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഫെർട്ടിലൈസേഷൻ എന്നുള്ള പ്രോസസ്സ് ഫ്യൂഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത് ഫീമെയിൽ ബോഡിയുടെ ഉള്ളിലാണെങ്കിൽ അത്തരത്തിലുള്ള ഫെർട്ടിലൈസേഷൻ പറഞ്ഞ പേരാണ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. Fertilization taking place inside the female body, that is known as internal fertilization. If the fertilization is taking place outside the body, ഒരു വാട്ടർ മീഡിയത്തിലാണ് നടക്കുന്നതെങ്കിൽ അങ്ങനെ പുറമേ വെച്ച് നടക്കണമെങ്കിൽ അതിൻ്റെ പറഞ്ഞ പേരാണെന്ത്? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ അത് നമ്മുടെ ഫ്രോഗിൻ്റെ കേസിലൊക്കെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുക. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് സ്പേംസ് അല്ലെങ്കിൽ ഓവം റിലീസ് ആവും. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചാൻസ് കുറവാണ്. പുതിയ ഓർഗാനിസംസ് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ എന്ന് പറയാം. കാരണം അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ അത് അല്ലെങ്കിൽ പ്രൊഡക്ഷൻസോ അവിടെ വരികയാണെങ്കിൽ അവരിൽ നിന്നുമുള്ള യങ് വൺസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെയുള്ള ഓർഗാനിസത്തിനെ ഒരുപാട് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ഓവംസ് ഒക്കെ റിലീസ് അവർ ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ. ഇനി
ചില ഓർഗാനിസത്തിൽ ഫെർട്ടിലൈസേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കില്ല. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കാത്ത ഓർഗാനിസംസിന് എക്സാമ്പിളാണ് ഹണി ബി, അതുപോലെ തന്നെ ലിസാർഡ്, ബേർഡ്. അതിലൊക്കെ എല്ലാ ലിസാർഡിലും ചില ലിസാർഡിലൊന്നും നടക്കില്ല, ഫെർട്ടിലൈസേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കില്ല. അവിടെ ഫീമെയിൽ ഗാമെറ്റ് ഡയറക്റ്റ് ആയിട്ട് ഒരു ന്യൂ ഓർഗാനിസംസ് ആയിട്ട് മാറും. ഫീമെയിൽ ഗാമെറ്റ് ഡയറക്റ്റ് ആയിട്ട് എന്ത് സംഭവിക്കുക, ഒരു പുതിയ ഓർഗാനിസംസ് ആയിട്ട് മാറുക. അത്തരത്തിലുള്ള പ്രോസസ്സിനെ പറഞ്ഞവരാണ് പാർത്തനോജെൻസിസ് എന്ന് പറയുന്നത്. ഹണിബിയുടെ കേസിലൊക്കെ നടക്കാറുണ്ട്, വർക്കർ ബി ഫോം ചെയ്യുന്നത് അങ്ങനെയാണ്. അതായത് ഫീമെയിൽ ഓർഗാനിസം ഡയറക്റ്റ് ആയിട്ട് ഇത് ചെയ്യുക, ഫെർട്ടിലൈസേഷന് വിധേയമാകുന്ന നേരിട്ട് ഒരു പുതിയൊരു ഓർഗാനിസമായിട്ട് ഫോം ചെയ്യുക. അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ പാർത്തിനോജെനസിസ് എന്ന് പറയുന്നത്. അതായത് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. പ്ലാന്റിന്റെ കേസിലും അങ്ങനെ ഉണ്ടാവാറുണ്ട്, വിത്ത് പാർത്തിനോജെനസിസ് ആയിട്ടുള്ള ഫ്രൂട്ട്സും ഫോം ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, പ്രീ ഫെർട്ടിലൈസേഷനുള്ള ചേഞ്ച് പറഞ്ഞു, അതുപോലെ തന്നെ ഫെർട്ടിലൈസേഷനുള്ള ചേഞ്ച് പറഞ്ഞു. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുന്ന ചേഞ്ചുകളാണ്. ഓക്കെ, പോസ്റ്റ് ഫെർട്ടിലൈസേഷനിലെ ചേഞ്ച് എന്ന് പറഞ്ഞെങ്കിൽ നമുക്കറിയാം, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രൊഡക്റ്റ് ഉണ്ടാവും. ആ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു വാക്ക് സിംഗമി എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സൈഗോട്ടാണ്. ഈ സൈഗോട്ട് എന്ന് പറയുന്നത് സെക്ഷലി ഫോം ചെയ്തതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഒരു ഫീച്ചറാണ് സൈഗോട്ട് എന്ന് പറയുന്നത്. ആ സൈഗോട്ട് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ വഴിയും അതുപോലെ തന്നെ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ വഴിയും എന്ത് ഫോം ചെയ്യാം, സൈഗോട്ട് ഫോം ചെയ്യാം. ഓക്കെ, സൈഗോട്ടിൽ നിന്നും ഒരു എംബ്രിയോ ഫോം ചെയ്യുക എന്ന് പറയുന്നത് പ്രോസസ്സാണ് എംബ്രിയോജെൻസിസ് എന്ന് പറയുന്നത്. ഈ എംബ്രിയോജെൻസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു പെട്ടെന്ന് നടക്കുന്ന അല്ലെങ്കിൽ ക്വിക്കായി നടക്കുന്ന പ്രോസസ്സല്ല. സൈഗോട്ടിൽ ഒരുപാട് സെൽ ഡിവിഷൻസ് നടക്കും. സെൽ ഡിവിഷൻസ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്, മിയോസിസും അതുപോലെ തന്നെ മൈറ്റോസിസും. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള സെൽ ഡിവിഷൻസ് നടന്നതിന് ശേഷമാണ് സൈഗോട്ടിൽ നിന്നും ഒരു പുതിയ ഓർഗാനിസം അതല്ലെങ്കിൽ എംബ്രിയോ ഫോം ചെയ്യാം. ഓക്കെ, ദി ഫോർമേഷൻ ഓഫ് എംബ്രിയോ ഫ്രം ദ സൈഗോട്ട് ഈസ് നോൺ ആസ് എംബ്രിയോജെൻസിസ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ സൈഗോട്ടിൻ്റെ അകത്ത് സെൽ ഡിവിഷൻസ് നടക്കും, അതുപോലെ തന്നെ സെൽ ഡിഫറൻഷിയേഷൻ നടക്കും. സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആ നമ്പർ ഓഫ് സെൽസ് കൂട്ടാനാണ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. ഇനി സെൽ ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അത് ഏതൊക്കെ സെല്ല് അല്ലെങ്കിൽ ടിഷ്യൂ എങ്ങനെയായിട്ട് മാറിപ്പോകണം എന്നുള്ളതാണ് എന്താ അവിടെ സെൽ ഡിഫറൻഷിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ക്ലിയർ ആയി വിചാരിക്കുന്നു കേട്ടോ. ഇപ്പോൾ ഈ സൈഗോട്ട് എന്ന് പറഞ്ഞാൽ ഓരോ ഓർഗൻസിനും കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കാണ് എന്ന് പറയുന്നത് നമ്മുടെ സൈഗോട്ട് എന്ന് പറഞ്ഞാൽ സിംഗിൾ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒവിപാരസ് അനിമൽസിന്റെ കേസിലാണെങ്കിൽ ആ സൈഗോട്ട് എന്ന് പറയുന്നത് അല്ലെ, ആ സൈഗോട്ടിന് ചുറ്റുമായി ആ സൈഗോട്ടിന് എംബ്രിയോ ഫോം ചെയ്യണം അല്ലേ. അപ്പോൾ എംബ്രിയോനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്തായിരിക്കും, കാൽക്കേരിയസ് ആയിട്ടുള്ള ഷെല്ലുകളിലായിരിക്കും. അതായത് റെപ്റ്റൈല്, ബേർഡ്സ് ആ ഗ്രൂപ്പ്സിലൊക്കെയാണ് ഇതുപോലത്തെ കാൽക്കേരിയസ് ഷെൽസുകൾ ഉണ്ടായിരിക്കുക. ഇനി നമ്മുടെ കേസിലൊക്കെ ആണെങ്കിൽ, അതായത് വിവിപാരസിന്റെ കേസിലൊക്കെ ആണെങ്കിൽ എന്ത് സംഭവിക്കുക, ആ എംബ്രിയോനെ കവർ ചെയ്തിട്ട് ആ എംബ്രിയോനെ കവർ ചെയ്യുക, ആ എംബ്രിയോനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് എന്തിന് കുറേ എംബ്രിയോണിക് സാക്സുകൾ ഉണ്ടായിരിക്കും. അലൻഡോയ്സ്, കോറിയോൺ, അമ്നിയോൺ, പ്ലാസെൻഡ അങ്ങനെ പറഞ്ഞ ഒരുപാട് എംബ്രിയോണിക് സാക്സുകൾ ഉണ്ടായിരിക്കും. ഈ എംബ്രിയോണിക് സാക്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എംബ്രിയോന് വളരാൻ ആവശ്യമായ എല്ലാ മെറ്റീരിയലും പ്രൊവൈഡ് ചെയ്യുക. മാത്രമല്ല സർവൈവൽ ചാൻസ്, എംബ്രിയോന്റെ സർവൈവൽ ചാൻസ് കൂട്ടുക. അതിനാണ് ഈ എംബ്രിയോണിക് സാക്ക് എന്ന് പറയുന്നത്. മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ആ എംബ്രിയോ സാക്കിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ഇപ്പം നമുക്കറിയാം കാൽക്കേരിയസ് ഷെല്ലായാലും ആ പാരസൈറ്റ്സ് ഇൻക്യുബേറ്റ് ചെയ്യുമ്പോൾ ആ കാൽക്കേരിയസ് ഷെല്ലല്ലേ, ആ കാൽക്കേരിയസ് ഷെല്ലിന്റെ അകത്തായിരിക്കും ഓർഗാനിസംസ് ഉണ്ടാവുക. അവിടെ നിന്നും അമ്മ എപ്പോഴാണോ ആ ഇൻക്യുബേഷൻ പീരീഡ് കഴിയുന്നത് അപ്പോഴെന്ത് അമ്മ ആ കാൽക്കേരിയസ് ഷെല്ല് പൊട്ടിക്കും അല്ലേ. അങ്ങനെയാണ് അതിൽ നിന്നും യങ് വൺസ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഹ്യൂമന്റെ കേസിലായാലും അതുപോലെ തന്നെ നമ്മളുടെ ആ എംബ്രിയോനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് എന്തുണ്ട്, ഇങ്ങനെ എംബ്രിയോണിക് സാക്സ് ഉണ്ട്. അലൻഡോയിൻ, കോറിയോൺ, അമ്നിയോൺ, പ്ലാസെൻഡ ഇതൊക്കെയാണ് എന്താ പറയുന്നത് ആ എംബ്രിയോണിക് സാക്കിൽ പെടുന്നത്. ആ എംബ്രിയോണിക് സാക്ക് ആ കുഞ്ഞിനെ പൊതിഞ്ഞ് സൂക്ഷിക്കും. അതായത് ബാക്കിയുള്ള പീരീഡ്, അതായത് പ്രീ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് ആ ഓർഗാനിസം പുറത്തേക്ക് വരുന്നവരെ ആ കുഞ്ഞിനെ പ്രിവെന്റ് ചെയ്യുന്നത് ഈ എംബ്രിയോണിക് സാക്കുകൾ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഫ്ലവറിന്റെ കേസിലായാലും ഇതുപോലെ തന്നെ സൈഗോട്ട് ഫോർമേഷൻ ടേക്സ് പ്ലേസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്നത് എവിടെയാണ് നമുക്കറിയാം, ഒവിയൂൾ. അവിടെ കൊടുത്തിട്ട് ഞാൻ ഒവിയൂൾ നോക്കി നോക്കുക. സൈഗോട്ട് ഫോർമേഷൻ നടക്കുന്നത് എവിടെയാണ്, ഒവിയൂളിൻ്റെ അകത്ത് നടക്കുക അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൈഗോട്ടിൽ നിന്ന് ഡെവലപ്സ് ഒരു എംബ്രി വരും, എന്താ ഒവിയൂൾ വരും, ഒവിയൂളിൽ നിന്ന് പിന്നെ എന്ത് വരും, സീഡ് വരും അല്ലേ. സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംബ്രിയോ വരും, എംബ്രിയോയിൽ നിന്ന് ഒവിയൂൾ വരും, ഒവിയൂളിൽ നിന്ന് എന്ത് വരും, സീഡ് വരും. ഓക്കെ, ആ ഒവിയൂൾ അല്ലെങ്കിൽ സീഡ് ഇരിക്കുന്ന ആ പ്രത്യേക സ്ട്രക്ചർഡ് ആയിരിക്കും. അതാണ് പറയുന്നത് ഓവറി എന്ന് പറയുന്നത്. ഈ ഓവറിനെ കവർ ചെയ്ത് പറഞ്ഞാൽ തിക്ക് വോൾഡ് ആയിട്ടുള്ള പ്ലേസ് ഉണ്ട്. അതിനെ പറഞ്ഞാൽ പറയുന്നതാണ് പെരികാർപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ഫ്ലവറിങ് പ്ലാന്റ്സിന്റെ കേസിൽ നമ്മൾ എന്ത് പറഞ്ഞു, സൈഗോട്ട് ഫോർമേഷൻ നടക്കുന്നത് ഒവിയൂളിന്റെ അകത്ത് പറഞ്ഞു. അങ്ങനെ ഒവിയൂളിൽ നിന്ന് സീഡ് ഫോം ചെയ്തു. അപ്പോൾ അതെല്ലാം ഇരിക്കുന്ന സ്ട്രക്ചറാണ് എന്ത് പറയുന്നത്, ഓവറി എന്ന് പറയുന്നത്. ഓവറിക്ക് പുറമേ കാണുന്ന സ്ട്രക്ചറാണ് എന്ന് പറയുന്നത് പെരികാർപ്പ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഫ്രൂട്ട് നമ്മൾ മെച്ചൂർ കഴിഞ്ഞ് നമ്മൾ ഫ്ലഷി പോർഷനിൽ അതാണ് എന്ത് പറയുന്നത്, ഈ പെരികാർപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻജിയോസ്പേംസിന്റെ ഒരു ഫീച്ചറാണ് എന്ത്, സീഡ് ഫോം ചെയ്യുക എന്നുള്ളത് ആൻജിയോസ്പേംസിന്റെ ഒരു ഫീച്ചറാണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പോർഷനാണ് ഇതിൽ പറയാനുള്ളത്. നമ്മുടെ ഫസ്റ്റ് റീപ്രൊഡക്ഷൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഇതിൽ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ്, എന്തൊക്കെയാണ് ചേഞ്ച് ഓരോ ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ചാപ്റ്ററുകളിലാണ് ഇതിൻ്റെ ഓരോ ഓർഗാനിസം ഫ്ലവറിങ് പ്ലാന്റ്സിലായാലും അതുപോലെ തന്നെ അനിമൽസിലായാലും എന്തൊക്കെ ചേഞ്ചുകൾ ഉണ്ടാവുമെന്ന് എന്നുള്ളത് ഒരു നെക്സ്റ്റ് പോർഷനിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു വന്നു, സെക്ഷൽ റീപ്രൊഡക്ഷന് അതിൻ്റെ ടൈപ്സ് പറഞ്ഞു, സെക്ഷൽ റീപ്രൊഡക്ഷൻ പറഞ്ഞു. ആ സെക്ഷൽ റീപ്രൊഡക്ഷന് 3 സ്റ്റേജുകൾ പറഞ്ഞു. പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ, പിന്നെ എന്ത് പറഞ്ഞു, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എംബ്രയോ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എംബ്രയോയിൽ നിന്നും അഡൾട്ട് ആയി തീരണമെങ്കിൽ ഒരുപാട് സ്റ്റേജുകൾ ഉണ്ടെന്ന് പറഞ്ഞു ഇല്ലേ. അതുപോലെ തന്നെ സൈഗോട്ടിലും അത് ഒരുപാട് സെൽ ഡിവിഷൻസും അതുപോലെ തന്നെ സെൽ ഡിഫറൻസിയേഷൻ നടന്നിട്ടാണ് ഒരു ഓർഗാനിസം ഫോം ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഉള്ളിൽ നമ്മുടെ ഇൻസൈഡിൽ ഒരുപാട് പ്രോസസ്സ് നടന്ന് കിട്ടുന്ന ഓരോ ഓർഗാനിസംസ് ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഇൻസെക്ട്സ് ആയപ്പോലും നമുക്ക് ഓരോ ജീവനും എന്താണ് വിലയുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്ത് ചെയ്യാൻ പാടില്ല, ഒന്നിനെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അതിനെ നമുക്കൊരു റൈറ്റും ഇല്ല അതിനെ. ഓക്കെ, so this is about our chapter. Here I am winding my portion. Thank you.